ഹായ് ഗായ്സ്, അപ്പം നമ്മളിതേ കസിൻസ് എല്ലാവരും കൂടെ ഒരു സ്റ്റേക്കേഷൻ, ഒരു ട്രിപ്പ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ് നിർത്തിയെടുത്ത് ഞങ്ങൾ തുടങ്ങുവാണ്. അപ്പം അതെ ഗായ്സ്, അയ്യോ ഹലോ എവരിവൺ, എവിടെ? അതെ, കുട്ടിക്ക് ഒരു ചാനൽ ഉണ്ട് കേട്ടോ, വളർന്നു വരുന്ന യൂട്യൂബറാണ്. ഇതടുത്ത് നോക്കടാ നോക്കടാ, എന്തോ. അപ്പം ട്രിപ്പ് മോഡ് ഓൺ. യെസ്, കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ സ്റ്റേക്കേഷൻ വിത്ത് മൈ ഫേവറേറ്റ് ടീംസ്. യെസ്, ഞങ്ങൾ പോവുകയാണ് ഫോർ എ ട്രിപ്പ്, ഒരു കുഞ്ഞു ട്രിപ്പ്. ഒരുപാട് ഫേസസ് ഇതിലും മിസ്സിംഗ് ആണ് കേട്ടോ, ബട്ട് വി ആർ എക്സൈറ്റഡ്. ഒരു ഉച്ചയോടെ എല്ലാവരെയും വാരിക്കൂട്ടിയിട്ട് വണ്ടി പുറപ്പെട്ടു. എങ്ങോട്ടാ അതൊക്കെ പറയാം. ഡ്രൈവർ മിസ്റ്റർ കണ്ണൻ, ഓ സോറി രാഹുൽ സുരേഷ്, ആൻഡ് കിളി നമ്മുടെ ആദി. ബാക്കി ഫുള്ള് ഗേൾസ് ആട്ടോ. ആൻഡ് വേറെ ഒരു ഉദ്ദേശമില്ല, ഓൺലി ചില്ലിങ്, കുറേ വർത്താനം, ദാറ്റ്സ് ഓൾ. അങ്ങനെ വിശപ്പിൻ്റെ അസ്കിത കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ ലൊക്കേഷൻ എത്തുന്നതിന് മുന്നേ ഒരു ചായക്കടയിൽ നിർത്തി. അവിടുന്ന് വാങ്ങിക്കൂട്ടാൻ വരുന്ന എല്ലാ കടകളും ചായയും കുടിച്ച് ഒന്ന് റീഫ്രഷായി ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു. എല്ലാവരും ഭയങ്കര ചില്ലിങ് മോഡാട്ടോ. പിള്ളേരൊക്കെ ഉണ്ട്, എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. സത്യം പറഞ്ഞാൽ ആ കാറിലൊരു ജാലിയൻവാലാബാഗ് നടക്കുന്നുണ്ട്. പിന്നെ ഒരു മണ്ടയിൽ ഒലക്കമ്മ കിടക്കാന്നുള്ളല്ലേ, ആ സംഭവം ഞങ്ങൾ നോക്കി. അല്ലാതെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കിയതല്ല കേട്ടോ. അല്ല, സംഭവം അടിപൊളിയാണ്. കാരണം ഡിഫറെൻറ്റ് കാറിൽ വന്നാൽ നമുക്ക് ഈ ഒരു വൈബ് കിട്ടില്ലല്ലോ, അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അങ്ങനെ ഞങ്ങൾ ഫുൾ ചിൽ മോഡായിട്ട് നേരത്തെ ഇപ്പം ഞങ്ങളുടെ ലൊക്കേഷനിലെത്തും. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കക്കാടംപൊയിൽ ഫാം കാസ റിസോർട്ട്. ഓ മൈ ഗോഡ്, ഞങ്ങൾ മാത്രം പൊളിക്കും. ഈ റിസോർട്ട് ബുക്ക് ചെയ്യുമ്പോൾ ആകെയുള്ള പ്ലാൻ സമാധാനപരമായി എവിടെയെങ്കിലും നിൽക്കുക, കുറേ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് വി റിയലി ഡിഡ് ജസ്റ്റ് ആസ് അവർ പ്ലാൻ. ആൻഡ് റിസോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ആൻഡ് അടിപൊളിയാണ്, നമുക്കൊക്കെ ഇഷ്ടപ്പെടും. പൂള് കുറച്ച് ചെറുതാണെങ്കിൽ പോലും ആൻഡ് അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് സെപ്പറേറ്റ് 3 റൂംസ് കിട്ടി. പിന്നെ കിച്ചൺ അവൈലബിൾ ആയിരുന്നു, നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കുക്കൊക്കെ ചെയ്യാം. റൂമൊക്കെ ഭയങ്കര ക്ലീൻ ആൻഡ് അടിപൊളിയായിരുന്നു, നല്ല സ്പേഷ്യസ് ആണ്, അടിപൊളി. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും മറ്റേ പറന്ന് നടക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ ആ വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അടിപൊളിയായിരുന്നു കേട്ടോ. മോർണിംഗ് സൺറൈസ് കാണണമെന്നൊക്കെയാണ് ഞങ്ങളുടെ പ്ലാൻ. നടക്കുമെന്നൊന്നും അറിയില്ലായിരുന്നു. കുറേ റീൽസൊക്കെ എടുത്ത് നൈറ്റ് പൂളിലേക്ക് അങ്ങ് ചാടി. പൂൾ അതൊരു ഇമോഷൻ ആൻഡ് ഫീൽ തന്നെയാണ് കേട്ടോ. ഞങ്ങളെല്ലാവർക്കും റിസോർട്ട് എടുക്കുമ്പോൾ ഒരേ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളായിരുന്നു, പൂള്. അങ്ങ് ചാടുക, തിമിർക്കുക, ആർക്കുക. യെസ് ഗൈസ്, ഞങ്ങൾ ആർമാദിച്ചു എന്ന് തന്നെ പറയാം. നമുക്കവിടെ വലിയൊരു സ്പീക്കർ തന്നെ അവൈലബിൾ ആയിരുന്നു. അങ്ങനെ പാട്ടുവിട്ട് അങ്ങോട്ട് പൂളിലേക്ക് അങ്ങ് ചാടി മണിക്കൂറുകളോളം പിന്നെ പൂളിലായിരുന്നു ഞങ്ങളുടെ എന്താ പറയുക ആ ഒരു എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത്. എൻ്റെ കുറേ ഫ്രണ്ട്സിനൊന്നും അങ്ങനെ പൂളൊന്നും ഇഷ്ടമല്ല. പക്ഷെ ഞങ്ങൾ പോകുമ്പോൾ ആദ്യം നോക്കുക പൂളുണ്ടോ, പൂള് വേണം. അങ്ങനെ അടിപൊളി. പിള്ളേരൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. മോക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായി. ബാക്കി എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യായിരുന്നു. ട്രിപ്പിൽ നമുക്ക് ഉറക്കൊന്നും ഒരു സീനല്ല എന്ന് പറയുന്നത് ഇതല്ലേ. പിറ്റേന്ന് ഏർലി മോർണിംഗ് തന്നെ ഞങ്ങൾ എണീറ്റ് ഗൈസ്. രാത്രി 8 മണിക്ക് കിടന്നാലും മോർണിംഗ് 10 മണിക്ക് പോലും തല പൊക്കാൻ പറ്റാത്ത യൂഷ്വൽ ഡേയ്സിനെ സ്മരിച്ചു പോയി ഞാൻ ഈ ദിവസം. അത് പിന്നെ അങ്ങനെയാണല്ലോ, ഏത് മോഡ്, ട്രിപ്പ് മോഡ്. നിങ്ങൾ ആ വ്യൂ ഒന്ന് നോക്കിയ റിസോർട്ടിൽ നിന്നുള്ള മോർണിംഗിൽ ആ സൺറൈസ് വ്യൂ കേട്ടോ. ഞാനൊക്കെ വല്ലപ്പോഴൊക്കെ കാണുന്നൊരു എന്താ സാധനമാണിത്. കാരണം ഞാൻ അത്ര നേരത്തെ എണീക്കാറില്ല. ഇവിടെ ഇത് അടിപൊളിയാട്ടോ, എപ്പോഴെങ്കിലൊക്കെ നമ്മൾ കണ്ടിരിക്കണം. ആൻഡ് യു ക്യാപ്ചർഡ് വെൽ ഇറ്റ് ചക്കി, അടിപൊളിയായിട്ടുണ്ട്. എല്ലാം ഫുൾ നിന്ന് അങ്ങോട്ട് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്, പൊളിയാലേ. ആൻഡ് അത് കഴിഞ്ഞിട്ട് വി ജസ്റ്റ് ഗോ ഫോർ എ വാക്ക്. നോ മേക്കപ്പ്, നോ ഫാൻസി ഡ്രസ്, നോ ലക്ഷറി, ജസ്റ്റ് റാൻഡം ആസ് റോ ആസ് അവർ സെൽഫ്. അത് പിന്നെ അങ്ങനെയാണല്ലോ, ബിക്കോസ് ദിസ് ഈസ് നോട്ട് എ റാൻഡം ഗൈസ്. നമ്മുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസും സീക്രറ്റ്സും വീട്ടിലെ കലഹങ്ങളും ആഘോഷങ്ങളും സന്തോഷങ്ങളും എല്ലാം പങ്കിട്ടെടുത്ത രക്തബന്ധത്തേക്കാൾ ഉപരി ജീവിതം ആഘോഷമാക്കി മാറ്റിയ ചൂസൻ ഫാമിലി. യെസ് കസിൻസ്, നോ ദ അൺബ്രേക്കബിൾ ഫ്രണ്ട്സ്. ഓക്കെ, അത്ര പോരെ? എന്താ ഗൈസ്, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? കസിൻസ് അതെപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ചെറുപ്പം മുതലേ കാണുന്ന ഫ്രണ്ട്സ്. നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും പല ഫ്രണ്ട്സിനും നമ്മുടെ പല വീട്ടിലെ പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും അറിയാത്തവർക്ക് പോലും അതറിയുന്നവരാണ് ഈ കസിൻസ്. ആൻഡ് അവരും നമ്മുടെ നല്ല കട്ട ചങ്ക്സ് തന്നെയായിരിക്കും. ആൻഡ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബഞ്ച് ഓഫ് പീപ്പിൾസ് ഉണ്ട്, കസിൻസ് എന്ന് പറഞ്ഞിട്ട്. ആകോട്ടെ,
അത്ര മതി, അത്ര ഓക്കെ പോരെ അല്ലേ. ഞങ്ങൾ നടക്കാൻ പോയപ്പോൾ അവിടെ നിന്നും ഞങ്ങളുടെ കുറച്ച് റീൽസൊക്കെ എടുത്ത്, കുറച്ച് റീൽസോളികളാണ്, അതുകൊണ്ട് നമുക്ക് സെറ്റാണ്. അങ്ങനെ റീൽസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് വീണ്ടും റിസോർട്ടിലേക്ക് നടന്ന് കുറച്ച് ദൂരം അങ്ങ് പോയായിരുന്നു. പക്ഷേ കടമ്പയിലെ മലയൊന്നും കയറാൻ പോയില്ല, അതിനുള്ളൊരു ശേഷി ഞങ്ങൾക്കില്ല. എല്ലാവരും ഒരേ വൈബാണ്, കണ്ടില്ലേ, മല കയറാൻ തന്നെ പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. അങ്ങനെ കിച്ചൺ ഫുള്ള് നമ്മളങ്ങ് സ്വന്തമാക്കി എടുത്ത് കേട്ടോ. അവർ ചായ വെച്ചുതരാമെന്ന് പറഞ്ഞു, ബട്ട് ഞങ്ങൾ പറഞ്ഞു വേണ്ട, ഞങ്ങൾ തന്നെ ഉണ്ടാക്കിക്കോളാം, ഒരാവശ്യമില്ലായിരുന്നു. ഞങ്ങളങ്ങ് കയറി നിരങ്ങി എന്ന് പറയാം. പിന്നെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും പിള്ളേരെ കളിക്കാൻ പോയി. ആൻഡ് ഞങ്ങൾ വീണ്ടും വർത്താനം തുടങ്ങി. ഞങ്ങൾ കൂടിക്കഴിഞ്ഞാൽ വി നെവർ റൺ ഔട്ട് ഓഫ് ടോക്കിംഗ്. വി ടോക്ക് എഫേർട്ട്ലെസ്ലി അബൌട്ട് എനിത്തിങ് ആൻഡ് എവറിത്തിങ്. അവസാനം നമുക്ക് ടൈം തികയാത്ത അവസ്ഥയാണ്. അതാണ് ഞങ്ങളുടെ ബോണ്ട്. ആൻഡ് വിശപ്പ് കുറച്ച് കൂടുതലാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഞങ്ങൾ വരുമ്പം തന്നെ കുറച്ച് മാഗിയൊക്കെ വാങ്ങിയിട്ടായിരുന്നു വന്നത്. അപ്പോൾ അതും ഉണ്ടാക്കി റെഡിയായി ഞങ്ങൾ ഇറങ്ങി. ഒരു ദിവസം കൂടെ വേണമായിരുന്നു എന്നുള്ള ആഗ്രഹവും, അടുത്ത ട്രിപ്പിനുള്ള നടക്കാത്ത ഒരുപാട് പ്ലാനുകളും, ആൻഡ് പറയാൻ ബാക്കി വെച്ച കഥകളും, എടുക്കാൻ മറന്ന റീലുകളുമായി അതവിടെ അങ്ങനെ അവസാനിക്കുകയാണ്. യെസ് ഗൈസ്, ഗതം ഹോ ഗയ ഹുദാ ഗമയ. അപ്പം നെക്സ്റ്റ് പ്ലാനുകളും ട്രിപ്പുകളും എല്ലാം സക്സസ് ആവുമെന്ന് വിചാരിച്ച് ഞങ്ങൾ കൈയടിച്ച് പിരികയാണ്. അപ്പം നന്ദി, താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ. ഹേ ഇറ്റ്സ് അബിത സംഗീത്.